Hi viewers, welcome back our channel Tech India. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും നൂതന ടെക്നോളജിയിൽ കാനോൺ അവതരിപ്പിച്ച മിറർലെസ് ക്യാമറയും അതിന്റെ ഫീച്ചേഴ്സുകളെ കുറിച്ചുമാണ്. ഇന്നിപ്പോൾ ക്യാമറ കമ്പനികൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് DSLR ക്യാമറകളുടെ അവിഭാജ്യ ഘടകമായ റിഫ്ലക്ടർ മിറർ എങ്ങനെ വിജയകരമായി ഒഴിവാക്കാം എന്നുള്ളത്. ഇതിൽ കാനോൺ ഒരു പരിധിയിൽ കൂടുതൽ വിജയിച്ചിട്ടുമുണ്ട്. കാനോൺ ESRലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ അമർത്തുക. എല്ലാ കമ്പനി മോഡലുകളെ പോലെയും ഒതുക്കത്തിലും മികച്ച ക്വാളിറ്റിയുമാണ് EOSR മുൻതൂക്കം നൽകുന്നത്. മികച്ച പെർഫോമൻസ് തന്നെയാണ് EOSR കാഴ്ചവെക്കുന്നത്. 30.3 മെഗാപിക്സൽ റെസൊല്യൂഷനും 36 മീറ്റർ നീളവും 24 മീറ്റർ വീതിയുമുള്ള BSI CMOS സെൻസറാണ് ഈ ക്യാമറയിൽ ഉള്ളത്. ഇതിന്റെ സിഗ്നൽ AF മോഡിൽ ഏകദേശം സെക്കൻഡിൽ 8 ഫ്രെയിം വേഗതയും ഇതിന് ഏകദേശം ലഭിക്കുന്നു. കൂടാതെ പുതിയ ഇമേജ് പ്രോസസർ 6 EB വരെ കുറഞ്ഞ പ്രകാശത്തിലും കൃത്യമായ ഫോക്കസിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തരക്കേടില്ലാത്ത ഒരു ബഫർ മെമ്മറിയും ഈ ക്യാമറയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. $100 മുതൽ 40,000 വരെ ISO നമുക്ക് ഇതിൽ റേഞ്ച് ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. 50, 64, 51,200 എന്നീ വേഗതകളും ലഭ്യമാണ്. ക്വാളിറ്റിയിൽ കാര്യമായ കുറവ് വരാതെ ചിത്രങ്ങളുടെ വലിപ്പം 40% വരെ 0 എന്ന ഫീച്ചേഴ്സിലൂടെ നമുക്ക് ഇതിൽ കുറയ്ക്കാവുന്നതാണ്. EOSR കാർഡ് സ്ലോട്ടിന്റെ എണ്ണം ഒന്നിൽ തന്നെ കാനോൺ ഒതുക്കിയിട്ടുണ്ട്. (3:2) റേഷ്യോക്ക് പുറമെ 4:3, 60:9, 1:1 എന്നീ റേഷ്യോകളിലും ചിത്രമെടുക്കാൻ EOSR സൗകര്യങ്ങൾ ഉണ്ട്. ഇവയ്ക്ക് പുറമെ 1:6 ക്രോപ്പ് മോഡിലും ഇത് ലഭ്യമാണ്. സ്റ്റിൽ പോലെ തന്നെ തരക്കേടില്ലാത്ത വീഡിയോ ചിത്രീകരണവും EOSRൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റാറായ 4K റെക്കോർഡിംഗ് അടക്കം തരക്കേടില്ലാത്ത ഓപ്ഷനുകൾ ഈ ക്യാമറ നൽകുന്നുമുണ്ട്. LPE69 ബാറ്ററിയാണ് ഈ ക്യാമറയിൽ ഉപയോഗിക്കുന്നത്. 2,00,000 തവണ ഗ്യാരണ്ടി നൽകുന്ന ഷട്ടർ സംവിധാനമാണ് EOSRലൂടെ കാനോൺ വാഗ്ദാനം ചെയ്യുന്നത്. 30 മുതൽ 1/8000 സെക്കൻഡ് വരെയാണ് ഇതിന്റെ ഷട്ടർ സ്പീഡ്. 1/200 ആണ് ഇതിന്റെ ഫ്ലാഷ് സിഗ്നലൈസേഷൻ സ്പീഡ്. 3.2 ഇഞ്ച് സൈസാണ് ഈ ക്യാമറയിലെ LED സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. 2.1 മില്യൺ ഡോട്ട്സ് റെസൊല്യൂഷനുള്ള ഈ സ്ക്രീൻ മികച്ചത് തന്നെയാണ്. നിലവിലുള്ള എല്ലാ ലെൻസുകളും EOSRൽ ഉപയോഗിക്കാവുന്നതാണ്. EFS, EF എല്ലാം തന്നെ EOSRൽ ഉപയോഗിക്കാം. ഒരു അഡാപ്റ്റർ വേണം എന്ന് മാത്രം. നിലവിൽ 3 അഡാപ്റ്ററുകൾ കാനോൺ ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഈ ക്യാമറയിൽ അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, എക്സ്പോഷർ, കോമ്പോസിഷൻ എന്നിവ നിയന്ത്രിക്കാൻ ഒരു കൺട്രോളിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ക്യാമറ സ്പർശിക്കാതെ തന്നെ നമുക്ക് സൂം ചെയ്യാം. നിരവധി നിയന്ത്രണങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്നതാണ്. മൾട്ടി ഫംഗ്ഷൻ ബാർ സംവിധാനമാണ് EOSRന്റെ വേറൊരു പുതുമ. ടച്ച് ആൻഡ് സ്വൈപ്പ് സംവിധാനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാരം ഏകദേശം 600 ഗ്രാം ആണ്. ഏകദേശം 1,65,000 രൂപ ഇതിന്റെ ബോഡിക്കും
കിറ്റ് ലെൻസ് അടക്കം ഏകദേശം 2,40,000 രൂപയുമാണ് ഇതിന്റെ ബേസിക് റേറ്റ് ഇപ്പോൾ കാനോൺ നൽകിയിട്ടുള്ളത്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കാനോൺ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അഡ്വാൻസ് ഫീച്ചേഴ്സുകൾ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. പിന്നീട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ മിറർ ലെൻസ് ആണ്. മിറർ ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാ ക്യാമറയിൽ DSLR ക്യാമറയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺകേവ് ലെൻസുകൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ഫോട്ടോ എടുക്കുന്നുവോ അതാണ് ഇതിന്റെ പ്രതലത്തിൽ ഡയറക്റ്റായി പതിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അതുമൂലം നമുക്ക് ഇതിൽ ഏറ്റവും നല്ല ക്യാമറ ക്വാളിറ്റിയാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സുകൾ ഒരുപാട് നല്ല രീതിക്ക് തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിനെ എടുത്തു പറയേണ്ടത്, നമുക്ക് വീഡിയോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ സ്ക്രീൻ നമുക്ക് ഏത് വശങ്ങളിലേക്കും ഉപയോഗിക്കാം എന്നുള്ളത് ഇതിന്റെ ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. DSLRനെ അപേക്ഷിച്ച് ഇതിന് ഏറ്റവും വെയിറ്റ് കുറവുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. കൂടുതൽ ലെൻസുകൾ കാനോൺ ഇതിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. മിറർലെസ് ക്യാമറ ഇറക്കുന്നതിലൂടെ കാനോൺ ഒരു പരിധിയിൽ കൂടുതൽ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതിന്റെ മേന്മയിലും ക്വാളിറ്റിയിലുമാണ് കാനോൺ EOS R ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. ഈ ഫീച്ചേഴ്സുകൾ എല്ലാം തന്നെ DSLR ക്യാമറയെ അപേക്ഷിച്ച് മിറർലെസ് ക്യാമറയെ ഏറെ പുതുമ പുലർത്തിയിട്ടുണ്ട്. മികച്ച ഒരു കിറ്റുകളും ഇതിൽ ലഭ്യമാണ്. ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ്. DSLRനെ അപേക്ഷിച്ച് ഇതിന്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മികച്ചത് തന്നെയാണ് ഇതിന്റെ ഓരോ ക്വാളിറ്റികളും. ഒരു പ്രൊഫഷണലിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സുകളും കാനോൺ ഈ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഓക്കെ, ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.